അപ്പോൾ ഞാനൊരു ത്രിഫ്റ്റ് ഷോപ്പ് തുടങ്ങാൻ നിൽക്കുകയാണ്. എന്താണ് അഭിപ്രായം? നല്ല പരിപാടിയാണ്, തുടങ്ങിക്കോ. ഫെയിൽ ആവുമെന്നുള്ള പേടിയിൽ തുടങ്ങാതെ എങ്ങനെ ഇത് ക്ലിക്കാക്കി എടുക്കുമെന്ന് വിചാരിച്ച് തുടങ്ങും. അങ്ങോട്ട് തുടങ്ങുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. മേ ബി കുറച്ച് പൈസ നഷ്ടപ്പെടുമായിരിക്കും, കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോവായിരിക്കും. ഈ പൈസ എന്ന് പറയുന്ന സാധനം നമ്മൾ വിചാരിച്ച വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് പൈസ പോയാൽ പോട്ടെ. എന്നാൽ നിങ്ങൾ പറയുമോ നിനക്കൊക്കെ പറയാൻ എളുപ്പമാണ്. അങ്ങനല്ല. ഒരു ബിസിനസ് തുടങ്ങി ഇഷ്ടംപോലെ ആൾക്കാർ പറ്റിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടുപോയ ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. മനസ്സിലായി? ആൾക്കാർ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്, ബിസിനസ് ചെയ്തിട്ട് പൈസ പോയിട്ടുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോയ പൈസ നമുക്ക് തിരിച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റും. മൈൻഡ് സെറ്റിലാണ് കാര്യം. ഉള്ളിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ അങ്ങോട്ട് തുടങ്ങുക. എല്ലാവർക്കും ക്ലാരിറ്റിയോട് കൂടി അല്ല തുടങ്ങുന്നത്. ഒരു ഐഡിയ വരും, അത് എക്സിക്യൂട്ട് ചെയ്ത് അത് വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഞാനിത് തുടങ്ങിയാൽ ഫെയിലാവോ, അയ്യോ കുറേ പൈസ പോവോ, സോ വാട്ട്. ഈ പൈസ എന്ന് പറയുന്ന സാധനം പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറാണ്. ആ പൈസ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പം നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കുറച്ച് പോയാലും വേറെ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളാണല്ലോ.